അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ ഐഫോൺ മേടിക്കും. പിതോ രക്ഷതി കൗമാരി, ഭർത്തോ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യെ, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. വല്ല മനസ്സിലായ? ഒന്നും മനസ്സിലായിട്ടില്ല. ആ, ചെറുപ്പകാലത്ത് തന്തയുടെ നല്ല പൊട്ടിരിട്ടു, കല്യാണം കഴിഞ്ഞ ഭർത്താവ് കുനിച്ചിരുത്തിടിക്കും, വയസ്സായി കഴിഞ്ഞ പിള്ളേര് ചുരുട്ടി കൂട്ടിയെടുത്ത് പുറത്തേക്കിടും. എങ്ങനെ പോയാലും തല്ലുകൊള്ളാനാണ് നിങ്ങളുടെ ജീവിതം ബാക്കി. ഇതാരാ പറഞ്ഞത്? പറഞ്ഞതാരായാലും തർജിമ എന്റെ സ്വന്തം. കുഞ്ഞു നിസ്സാരക്കാരനല്ല, പണ്ഡിതനാ, പണ്ഡിതൻ. ഓ, ചേച്ചിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ചേച്ചിയോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ ഈ ഓഞ്ഞ സാരി എടുക്കരുതെന്ന്. ഇത് ഞാൻ വസന്ത പിടിച്ച കോഴയുടെ പോലെ ഉണ്ട്. എനിക്ക് ജീൻസും ടോപ്പ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാ പറയാനാ കുഞ്ഞാ, സ്വാമിക്ക് എന്നെ കോളത്തിൽ കാണാനാ ഇഷ്ടം. നാളെ സ്വാമി ആദ്യ ഭാവ സിനിമ കണ്ട് വന്നിട്ട് അങ്ങനെ നടക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചേച്ചി തുണിലാണ്ട് നടക്കും. ആ, ചേച്ചി ഏത് ഡ്രസ് ഇടണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ പെണ്ണുങ്ങളാണ്. അല്ല, നിങ്ങൾ പെണ്ണുങ്ങളാണ്. ഇപ്പൊ തന്നെ മഞ്ജു മാഡം മോഡേൺ ഡ്രസ് ഇട്ട് എന്ത് ലുക്കാ നോക്കിയേ. ഈ മീന മാഡം കഴിഞ്ഞ ദിവസം പച്ചസാരി എടുത്തു വന്നപ്പോ പച്ചക്കറിക്കടയിൽ ഒരു മാലാക വന്ന പോലായിരുന്നില്ലേ. ഈ കുഞ്ഞന്റെ ഒരു കാര്യമേ, ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം എന്റെ ഭർത്താവിന്റെ ഞാൻ കേട്ടിട്ടില്ല. ആ, അവര് പറയില്ലല്ലോ സ്വന്തം ഭാര്യമാര് ഇത്ര അണിഞ്ഞൊരുങ്ങി മുമ്പിൽ വന്ന് നിന്നാലും തല പൊക്കി നോക്കൂല. എന്നാ വല്ലവന്റെ ഭാര്യമാരാണ് മുമ്പിൽ വന്നെങ്കിലോ എന്തായിരിക്കും ഒലിപ്പിരി. അത് കറക്റ്റ്. അത് മാത്രമല്ല കറക്റ്റ്. അപ്പൊ അനിയനും പറഞ്ഞൊന്നും കറക്റ്റ് അല്ലേ? ഓൾ പറഞ്ഞത് കറക്റ്റാ. അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ എല്ലാവരും നന്നായി അണിഞ്ഞൊരുങ്ങി നടക്കണം. സ്വന്തം ഭർത്താക്കന്മാരെ പോട്ടെ, മറ്റുള്ളവരുടെ ഭർത്താക്കന്മാര് കാണുമല്ലോ. ഒരാൾക്ക് ദർശനസുഖം കൊടുക്കാന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യ. നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ലല്ലോ. അതിനാണല്ലോ ഞാനുള്ളത്. എല്ലാവർക്കും വേണ്ട സമയത്ത് വേണ്ട ബുദ്ധി ഞാൻ പറഞ്ഞു. എവിടെ പെടക്കണ്ട, എല്ലാം ശരിയാക്കി തരാം. എന്നാ എല്ലാരും കൂടെ മീറ്റിംഗ് ആണോ അതോ പരദൂഷണാണോ? അപ്പാവിക്കെന്താ ഇവിടെ കാര്യം? അല്ല, തങ്കരാജ് സാർ പറഞ്ഞു കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന്. കുഞ്ഞ കുറച്ച് തിരക്കാണ് എന്ന് പറ. അത് വേണ്ട, ചിലപ്പോ വല്ല വിലപ്പെട്ട നിർദ്ദേശം കൊടുക്കാനാണ് എന്നെ വിളിക്കണെങ്കിലോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വൈകിട്ടത്തെ പരിപാടിക്ക് ഒന്ന് മൂപ്പിച്ചു വന്നായിരുന്നു. അപ്പോഴേക്കും മൂട് കളഞ്ഞു. ഇന്നെന്നായിരുന്നു വിഷയം? കാമശാസ്ത്രോ അതോ ശരീരശാസ്ത്രോ? രണ്ടും കൂടി മിക്സ് ചെയ്ത് വന്നായിരുന്നു. അപ്പോഴാണ് അപ്പാവിനെ കിട്ടിയെടുത്തു. ആ, ഞാൻ വന്ന് നന്നായി. ഇല്ല, തങ്കരാജ് സാർ ഇവിടെ നിന്നെ പൊക്കിയെടുത്തോണ്ട് പോയാനെ. അങ്ങേരിക്കന്നെ അവിടെ കുരുവിട്ടി നിൽക്കണോ? ഈ പറഞ്ഞത് അങ്ങേര് കേക്കണ്ട. വൈകിട്ടത്തെ പരിപാടിയുടെ കാര്യം പറയാൻ ചെല്ലുന്ന ഫ്ലാറ്റിലെ എല്ലാ പെണ്ണുങ്ങളും നിന്റെ അടുത്ത്. പിന്നെ അങ്ങേർക്ക് എങ്ങനെ ദേഷ്യം വരായിരിക്കും? എല്ലാ കാര്യവും ഞാൻ തന്നെ വേണമെന്ന് എന്താ ചെയ്യും. എന്നാ ഞാൻ വന്നു. അതെ, പെട്ടെന്ന് വരണം, അല്ലെ അങ്ങനെ കുരുപൊട്ടി ചാവും. നമ്മുടെ ഈ പിള്ളേരെ കാര്യമുണ്ടല്ലോ, വൈകിട്ട് സെറ്റപ്പ് വരുമ്പോ 7:30 മണി അപ്പൊ ഒന്ന് കയറ്റി വിട്ടേക്കണം ഇവന്മാർക്ക്. അപ്പയുടെ കാര്യം ഞാൻ ഏറ്റന്നേ. ല്ലേ ഞങ്ങളുടെ കാര്യം എന്തായി? നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിന്റെ കാര്യമല്ലേ, അത് കൃത്യസമയത്ത് തിരികെ ക്ഷമ വേണം. നല്ല ക്ഷമ ആട്ടുകാട്ടത്തിന് ഫലം ചെയ്യുന്ന ആട്ട് സൂപ്പല്ലേ കുഞ്ഞാ. കുഞ്ഞിനെ തിരുത്താൻ വരില്ലേ, പറഞ്ഞ കേട്ടാ മതി. ടെൻഷൻ കൊണ്ട് ചോദിക്കാ ചേട്ടാ, എപ്പോ വരും? നിങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ കലാപരിപാടികൾ കൃത്യം 7 മണിക്ക് ആരംഭിക്കും. 7:15 സ്റ്റഡി മെറ്റീരിയൽ ചുവപ്പിൽ കുളിച്ചു വന്നത്. അപ്പൊ എല്ലാവരുടെ ശ്രദ്ധ പാട്ടുകാരിലായിരുന്നു. 7:20 അപ്പാർട്ട്മെന്റിലേക്ക് ഒരു അരയന്നം പോലെ മെറ്റീരിയൽ വരും. 7:22 ലിഫ്റ്റിൽ വന്ന് 7:25 റൂമിന്റെ മുന്നിൽ വന്ന് കൊട്ടും. കറണ്ട് ഉണ്ടെങ്കിൽ ബെല്ലടിക്കും. നിങ്ങൾ ചങ്കടി പോറ ഡോറ് തുറക്കുന്നു. പിന്നെ നിങ്ങളായി നിന്റെ പണി നേരത്തെ കഴിഞ്ഞാ? നേരത്തെ തീർത്തു. ഞാൻ ഒരുങ്ങി കിട്ടി പെട്ടെന്ന് തിരിച്ചു വരേണ്ടതല്ലേ? അതെ, നീ പച്ച സാരിയും ചുമന്ന ബ്ലൗസ് ഇട്ടാ മതി. അത് കിൽക്കട്ട് വരയ്ക്കും. കുറച്ച് മുല്ലപ്പൂ കൂടി വെച്ചോ, നല്ല കേട്ട് ലുക്കായിരിക്കും. ഇവിടത്തെ കൊച്ചമ്മമാരുടെ മുമ്പിൽ വെട്ടിത്തിളങ്ങണം. എന്ത് ഷോക്കാടാ? എന്തത് ഉച്ചര?
പട്ടി എന്ത് പറ്റി പറ്റി എന്ത് പറ്റി കുഞ്ഞാ പ്ലാൻ എന്താടാ? വറുത്ത തന്ന കാരണം പ്ലാനെല്ലാം പാളിടാ പൊട്ടി പാളി സാർ എന്ത് പറ്റി പ്ലാൻ പൊളിഞ്ഞോ? ആ എനിക്കറിയായിരുന്നു നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവൂലെന്ന്. ഓ അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കുഞ്ഞും 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 തന്നെ അല്ലേ? അങ്ങനെയല്ല. അയ്യോ എടാ നിനക്ക് ശരിക്കും അതോ ആ ഓറാക്കിങ് ആണോ? അച്ഛനൊന്ന് പേടിപ്പിക്കണം പറ്റുമെങ്കിൽ പരീക്ഷ ഒന്ന് നോടെ എസ്കേപ്പ് ആണോ? ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. സിനിമ ഒരു കിടിലം പണിയാ. എന്താ പ്ലാൻ ആയി പൊളിഞ്ഞില്ലേ? ഇനി പ്ലാൻ ബി. കാര്യം എന്താന്ന് പറ. കാര്യൊന്നും പറയില്ല, കണ്ടാ മതി. പ്ലാൻ എയും ബി ഒക്കെ ക്ലീശ ഉണ്ടാ പറയാൻ എനിക്ക് പറ എന്തായാലും മെടുക്കനാണ് എന്റെ കൂടെ ശിഷ്യനാണല്ലോ. ഒറ്റ ചവിട്ട് ചവിട്ടു ഒരാശ. ഇത് നീ തന്നെ വെച്ചോ. ഉപകാരം അച്ഛനോട് കൊടുക്കട്ടാ. അച്ഛനോടൊക്കെ കുറച്ച് പൊക്കം വൈകിട്ടാ. അച്ഛനെ ഒന്ന് കൊടുക്കും. അപ്പൊ ഇത് വെക്കേണ്ടി വരും. സൂക്ഷിച്ചു വെക്കാം. വരുന്നുണ്ട് വരുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നു. കൊറേ നേരമായല്ലോ അവർ കാണാനില്ല. നീ ഒന്ന് പോയി നോക്കിയേ അവരെവിടെ വരുന്നുണ്ട് വരുന്നുണ്ട്. അയാളുണ്ട് എന്താ കാണിക്കുന്നത്? കുറച്ച് കുറച്ചിരിക്കും ആളെ കൊള്ളല്ലേട്ടാ. നീയല്ലേ നീയല്ലേ കൊളാക്കോ അറിയാൻ പാടില്ല. ഇത് ചായ കാപ്പിയാ? അല്ലടാ ചാപ്പി ചാപ്പിയാ? നമ്മൾക്ക് ഈ ചായയും കാപ്പിയും കൊണ്ടു നടക്കുന്ന ആളല്ല എനിക്ക് വേറെ ലെവലാണ്. മതി മതി നിന്റെ പീസ് വിടാനുള്ള പരിപാടിയാണല്ലേ. നമ്മളിതൊക്കെ കുട്ടികളുണ്ടോ? അകത്തും പുറത്തൊക്കെ ആയിട്ട് 5-6 അതിന് മുമ്പ് നിനക്ക് കല്യാണം കഴിച്ചോ? ഫ്രഷാ ആണോ? അല്ലേ എന്തായി? പ്ലാൻ ബി പൊട്ടില്ലായിരിക്കുമല്ലോ അല്ലേ? ഇടുക്കട സാധനം ഇതെടാ പ്ലാൻ ബി പണ്ടം വരെ പുറത്തു പ്ലാൻ ബി പ്ലാൻ ബാലസുത നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. എല്ലാരും അവരവർക്ക് അറിയാവുന്ന ഉത്തരം എഴുതിയാൽ മതി. ആരെങ്കിലും കോപ്പി അടിക്കുന്ന ക്ലാസിന്റെ പുറത്തു കൊണ്ടിരും. ഞാൻ സ്റ്റാഫ് റൂം പോയിട്ട് വരാം. അല്ല പിന്നെ ഇവർ രണ്ടുപേർക്ക് ഒരേ കളിയാടാ ആണെന്ന് തോന്നണപ്പാ. ഒരു കടിക്ക് 2 പക്ഷി. എങ്ങനെയുണ്ടാ ഞാൻ പാന്റ് എടുത്തിട്ട്? ഓ കൊള്ളാശാനെ. ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാനെ. അന്ന് പാന്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് നൈറ്റ് മുമ്പ് സസ്പെൻസ് പൊളിയില്ലായിരുന്നു. ഓ ഫസ്റ്റ് നൈറ്റിന് എന്ത് പറ്റി? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. സസ്പെൻസ് അറിയാൻ നടക്കും. ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം. വേഗം വരണം. വരമുട്ടാതെ കൃഷ്ണൻകുട്ടിയെ ഇതിന്റെ കൈ ഒന്ന് തുന്നിയ വേഗം. എന്ത് പറ്റി? അതിർത്തി തർക്കം. ഞാൻ എന്റെ തറവാട്ടിലെ അവകാശം ചെന്നേ വിധിയായി വലിയായി ഒടുവിൽ ഇങ്ങനെയൊക്കെ. അയ്യോ അത് തീർന്നില്ലേ? എവിടെ തീരാൻ? ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്. 48 സെന്റ് ചില്ലുവാനം. ചില്ലാനെന്ന് വെച്ചാൽ 6 ലിങ്സ് വരും. ഇതാണ് കിഴക്കേ അതിരി. നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ. അതെ. അതിലേ ഒരു 20 സെന്റ് സ്ഥലം ഇങ്ങനെ അമ്മനെ പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു. വില്ലന്മാരെ. പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നടത്താൻ വിറ്റ് തുളച്ചി. പിന്നെ ഈ 18 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ചു വെച്ചു.
അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ? അവിടെ എടുത്തേ അത് കേസിൽ കിടന്ന പറമ്പാണ്. അതെ ഇനി ഞാനും 2 പെങ്ങന്മാരുണ്ടേ. പെങ്ങന്മാർ ഇനിയുണ്ടോ? തന്റെ പെങ്ങന്മാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കണ? അവർക്കുള്ള വീതം പെങ്ങന്മാർക്കുള്ളത് അതവിടെ ഇരിക്കട്ടെ. പിന്നെ എനിക്കുള്ളതാണ് 8 സെന്റ്. അപ്പൊ ഒരു 6 ലിങ്സ് കാണും. 6 ലിങ്സ് വഴിക്ക് പോയില്ലേ? ഓ വഴി 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 അത് മാറ്റി വഴി. ബാക്കി 8 സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ? എങ്ങനെ വീട് വെക്കാൻ? അതെന്താ? എന്തേത്? കുളം 6 സെന്റ് കുളം അല്ലേ? അയ്യോ കൊളമാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാ വീട് വെക്കണത്? കുളത്തിൽ എങ്ങനെ വീട് വെക്കുന്നു ഞാൻ ചോദിച്ചതിനെ ചേട്ടന്മാരുടെ തല്ലി ആവശ്യത്തേക്ക് 5 സെന്റ് വഴി ഇത് ചില്ലാനും. അതൊക്കെ വീട് എന്റെ അളിയൻ വന്നെന്ന് കേട്ട് അതാ ഞാൻ ധൃതി പിടിച്ചിട്ട് പോകുന്നത്. നീ കണ്ട കൃഷ്ണൻകുട്ടി? എങ്ങനെ വല്ല ഗതിയും പിടിച്ചാണ് വന്നേക്കണത്? പിന്നെ വലിയ നിലയിലല്ലേ? എന്താ ബിസിനസ്? എക്സ്പോർട്ടിങ്. മുണ്ടില്ലേ മുണ്ട്, അതിന്റെ എക്സ്പോർട്ടിങ്. കല്യാണ ചെറുക്കം മുതൽ പ്രായമായ അപ്പന്മാർക്ക് വരെ മുണ്ട് എക്സ്പോർട്ട് ചെയ്യും. ദൈവമേ, എക്സ്പോർട്ടിംഗ് ആണ്. അപ്പ ഇമ്പോർട്ടിംഗും കാണും. വേഗം ചെല്ലി, ഇല്ലെങ്കിൽ ഇമ്പോർട്ടിംഗ് നടക്കും. മുണ്ട അപ്പൊ ശരി എന്നാൽ വനജേ വണ്ടി വിട്ടേ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പമിതാ. ഈ കുളത്തിൽ എങ്ങനെ അവൻ വീട് വെക്കണത്? ദൈവമേ, പോലീസുകാരന്റെ തുണിയിലാണോ വീതം വെച്ച് കളിച്ചത്? ഓമനക്കുട്ടാ. ഇറങ്ങി ഉണ്ണിക്കുട്ടാ, അളിയാ, മോനെ ഉണ്ണിക്കുട്ടാ, എക്സ്പോർട്ട് അളിയാ, എന്റെ ചേച്ചി വന്നടാ. അളിയോ താനാരാ? അളിയൻ. അളിയോ താനാരാ വിളിക്കണേ? അളിയനെ. അളിയോ അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത്? നേരാ? ഇതാണ് നമ്മുടെ ഉണ്ണി. അളിയാ, ഇതായിരുന്നു എന്റെ അളിയൻ. എന്റെ പൊന്നളിയാ, കണ്ണിൽ എന്നൊഴിച്ച് കാത്തിരിക്കായിരുന്നു അളിയാ. തിരിയിട്ട് കത്തിക്കാരില്ല. ഈ അളിയന്റെ ഒരു തമാശ. അളിയാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ക്യാഷിനെ പറ്റിയുള്ള ടോക്ക്. ക്യാഷ് ആഹാ, ഇത് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ്. എന്റെ അളിയൻ, എന്റെ സ്വന്തം അളിയൻ. ബാലിയ, നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ നിന്ന് സംസാരിക്കാൻ ശരിയാവില്ല. നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. പോരെ? അപ്പൊ എന്നെ ചുറ്റിക്കാൻ കൊണ്ടുപോവാണ്. ഈ അളിയന്റെ ഒരു തമാശ. ഓ അളിയൻ. വേണ്ട ചുറ്റിക്കൊന്നും വേണ്ട. അതൊക്കെ വേണം. ആളിയോടെ നിൽക്ക്. ഞാൻ ഈ പാന്റ് മാറ്റിയിട്ട് ഒരു മുണ്ടെടുത്തോണ്ട് ഇപ്പൊ വരാം. വേണ്ട, മുണ്ടെടുക്കണ്ട. എന്താ ഇത്? എനിക്കൊരു മുണ്ടെടുക്കാനുള്ള അവകാശം പോലെ ഈ വീട്ടിലില്ലേ? ആളിയോട് നിൽക്ക്, ഞാനിപ്പോ വരാം. വനജേ, ഒരു മുണ്ടെടുക്കൂ. ഓമനക്കുട്ട വേണ്ട, ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോട്ടാ. അച്ഛാ, ആരാപ്പ പോയ കരിമ്പൂതം? അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവാ, വനജയുടെ. ആരായി വനജ? എന്നാലും എന്റെ മോനെ നീ മഞ്ചിച്ചിട്ട് പേര് പോലും മാറുന്നു പോയല്ലോടാ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. അത് നീ തടിച്ചതുകൊണ്ട് തോന്നണതാ. ഇവിടെ നമ്മുടെ ഭക്ഷണമൊന്നും നിനക്ക് പിടിക്കണ്ടാവില്ല. അതുകൊണ്ട് വഞ്ചിച്ചിട്ട് അടുത്തേക്ക് പോന്നോളൂ. പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ. അതുകൊണ്ട് മോനങ്ങോട്ട് പോന്നോളൂ. അളിയാ, ഞാൻ റെഡി. നമുക്ക് പോവാം. ഓമനക്കുട്ട, നീ ഇത് എന്ത് ഭാവിച്ച? ഞങ്ങൾ അളിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു. തൽക്കാലം മാത്രം മനസ്സിലാക്കാൻ മതി. അളിയാ, നമുക്ക് ഇറങ്ങാം. ഈ കറങ്ങലല്ല, നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങണ്ടേ? ഓമനക്കുട്ട വേണ്ട, ഞാൻ പറയുന്നു. ബിസിനസ്സിൽ നമ്മൾ ഓരോ അരി സൂക്ഷിച്ചു വെക്കണം. അയ്യോ, ആരുമില്ല. സ്വന്തം തന്ത വരെ പിന്നിന്ന് കുത്തു. പെങ്ങളൊക്കെ എത്തിയ സ്ത്രീ തന്നെ തുക തരുമോ അളിയാ? നോക്കച്ച എന്തൊരു ചേർച്ച. ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ഇവനെന്താ